ഹായ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിൽ ഫെമിലിയർ ആയിട്ടുള്ള മൈവാൻ ഫോം വർക്ക് അല്ലെങ്കിൽ മൈവാൻ ഷട്ടറിംഗ് വർക്കിനെ പറ്റിയാണ്. വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡാണ് ഈ മൈവാൻ കൺസ്ട്രക്ഷൻ എന്ന് നമുക്കറിയാം. സാധാരണ കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം ബ്രിക്കുകൾ കൊണ്ടാണ് വാളുകൾ കെട്ടാറുള്ളതും പ്ലൈവുഡ് ഷട്ടറിംഗ് ഒക്കെയാണ് സ്ലാബിന് ഉപയോഗിക്കാറുള്ളതും. പക്ഷേ മൈവാൻ ടെക്നോളജിയിൽ വാളും സ്ലാബും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിലാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. മൈവാനെ പറ്റിയുള്ള ചെറിയ ബേസിക് കാര്യങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പറയാം, സാധാരണ കൺവെൻഷണൽ ഷട്ടറിംഗ് മെത്തേഡിനെയൊക്കെ അപേക്ഷിച്ച് മൈവാൻ ഷട്ടറിംഗ് വളരെ അഡ്വാൻസ്ഡ് തന്നെയാണ്. മുഴുവനായിട്ടുള്ള ഒരു സ്ട്രക്ചർ കോൺക്രീറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളുടെ മാസ് കൺസ്ട്രക്ഷനും മൈവാൻ ഷട്ടറിംഗ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നോക്കിയാൽ മെയിനായിട്ടുള്ള സിറ്റികളിലെല്ലാം തന്നെ ഫ്ലാറ്റ് കൺസ്ട്രക്ഷനുകളിലും ഹൈ റൈസ് വർക്കുകളിലുമെല്ലാം കൂടുതലും മൈവാൻ ഷട്ടറിംഗ് ആണ്. ഇത് ഹൈ സ്ട്രെങ്ത് ആണ്, ഡ്യൂറബിലിറ്റി ഉണ്ട്, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതറിയാവുന്ന സ്കിൽഡ് വർക്കേഴ്സ് വേണ്ടി വരും. അതുപോലെ സർവീസ് വർക്കുകളായ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിലുമൊക്കെ മൈവാൻ എക്സ്പീരിയൻസ് ഉള്ളവരും വേണ്ടി വരും. ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ആയിട്ട് നമുക്ക് കാണാം, അതിൽ സ്ട്രോങ് അലൂമിനിയം പാനൽസും അതിൻ്റെ അലൈഡ് കമ്പോണൻസുമാണ്. പിന്നെ ഒരു കാര്യം, ഈ പാനൽസൊക്കെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണെന്നുള്ളതാണ്. ആയതിനാൽ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റാളേഷനുമൊക്കെ ഏറെക്കുറെ ഈസിയാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ കമ്പോണൻസിനെ നമുക്ക് വാൾ കമ്പോണൻസ്, ബീം കമ്പോണൻസ്, ഡെക്ക് കമ്പോണൻസ് എന്നിങ്ങനെ തരംതിരിക്കാം. വാൾ കമ്പോണൻസ് വാൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇവയിൽ വാൾ പാനൽ, സ്റ്റെപ്പിൻ, റോക്കേഴ്സ്, ക്രിക്കേഴ്സ് എന്നിങ്ങനെയുള്ള ചെറിയ കമ്പോണൻസും, ബീം കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബീം സൈഡ് പാനൽസും ചെറിയ പിൻസും അതുപോലുള്ള കമ്പോണൻസുകളൊക്കെയാണുള്ളത്. ഡെക്ക് കമ്പോണൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെക്ക് പാനൽസ്, ഡെക്ക് പ്രോപ്പ് എന്നിങ്ങനെയുള്ള ചില കമ്പോണൻസാണുള്ളത്. ഈ ഡെക്ക് കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമല്ല, സ്ലാബ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസാണ്. ഓക്കെ, ഈ പാനൽസിൻ്റെയൊക്കെ ലെങ്തും വിഡ്ത്തും തിക്നെസ്സും ഒക്കെ ഈ പാനൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് മൈവാൻ ഷട്ടറിങ്ങിൻ്റെ മെയിനായിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഫോമിംഗ് നോക്കുകയാണെങ്കിൽ, വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഈ അലൂമിനിയം പാനൽസ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചാണ് ഫോം ചെയ്യുന്നത്. ഈ വാൾ ഫോം ചെയ്യുമ്പോൾ വാൾ ടൈ എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പോണൻറ്റ് കൂടി ഉപയോഗിക്കാറുണ്ട്. ഈ വാൾ ടൈസ് ബീം ഫോം ചെയ്യുമ്പോൾ രണ്ട് സൈഡിലുള്ള പാനൽസിനെ പ്രോപ്പറായിട്ട് ടൈ ചെയ്യാൻ സഹായിക്കുന്നു. ഇനി ഇതിൻ്റെ വർക്കിംഗ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു മൈവാൻ വാൾ ചെയ്യാൻ അതിൻ്റെ സ്റ്റീലിൻ്റെ റീഇൻഫോഴ്സ്മെൻ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മൈവാൻ അലൂമിനിയം പാനൽസൊക്കെ കൊണ്ടുവന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് പാനൽസിൻ്റെ മുകളിൽ ഷട്ടറിങ് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺക്രീറ്റ് റിലീസിങ് ഏജൻറ്റോ കോട്ട് ചെയ്യുന്നു. പിന്നെ ഈ ക്ലീൻ ചെയ്ത് വെച്ച പാനൽസ് വാളിന് ആവശ്യമായ ഡയമെൻഷനിൽ പ്ലം ലെവലൊക്കെ നോക്കി പാനൽസ് ഫിക്സ് ചെയ്യുന്നു. കൂട്ടത്തിൽ ഈ വാൾ ടൈ ഉപയോഗിച്ച് നന്നായിട്ട് ലോക്ക് ചെയ്യുന്നു. പിന്നെ പാനൽസിൻ്റെ ജോയിൻറ്റ്സ് എല്ലാം തന്നെ പ്രോപ്പറായിട്ട് അതിൻ്റെ പിൻ വെച്ചിട്ട് ലോക്കും ചെയ്യുന്നു. ഇങ്ങനെ തയ്യാറാക്കിയ നമ്മുടെ മൈവാൻ ഫോം വർക്കിലേക്കാണ് പിന്നീട് കോൺക്രീറ്റ് പോർ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞത് ഒരു ബീമോ ഷിയർ വാളോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സ്ലാബൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രൊസീജിയേഴ്സ് മാറും. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാൾ ടൈസും പിന്നും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ലൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതും വളരെ നല്ലതാണ്. ഇതിനെല്ലാം ശേഷം, അതായത് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് ഒരു 12-14 മണിക്കൂറാകുമ്പോഴേക്കും കോൺക്രീറ്റ് സെറ്റാവും. ആ സമയത്ത് നമ്മുടെ മൈവാൻ പാനൽസ് നമുക്ക് ശ്രദ്ധിച്ച് ഡിസ്മാൻഡിൽ ചെയ്യാവുന്നതാണ്. വാൾട്ടയൊക്കെ അഴിച്ചു മാറ്റി പാനൽസും മാറ്റി വെക്കാം. മൈവാൻ ഫോം വർക്കിൻ്റെ അല്ലെങ്കിൽ മൈവാൻ ഷട്ടറിംഗ് വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവയ്ക്ക് നല്ല സ്മൂത്ത് കോൺക്രീറ്റ് സർഫേസ് ആണെന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് പാനൽസ് എല്ലാം ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അവ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. അത് അടുത്ത കോൺക്രീറ്റ് സമയത്തേക്ക് ഉപകരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് മൈവാൻ ഷട്ടറിങ് ഒക്കെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ചെയ്യുന്നത്. ഇനി മൈവാൻ ഫോം വർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം, ഈ മൈവാൻ പാനൽസ് എല്ലാം തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനെ കൂടാതെ വേറെ ചില അഡ്വാൻറ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ സുപ്പീരിയർ ക്വാളിറ്റിക്ക് പുറമെ ഹൈ സ്പീഡ് അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് പേസ്ഡ് കൺസ്ട്രക്ഷൻ സൈറ്റുകളിലെല്ലാം ഇവയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും വളരെ മികച്ചതാണ്. പിന്നെ മൈവാൻ ഷട്ടറിംഗ് ഡ്രോയിങ്സിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ സാധാരണ കൺവെൻഷണൽ ഡ്രോയിങ്ങിനെ അപേക്ഷിച്ചുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മൈവാൻ ഷട്ടറിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്.
ഇതിലെ സ്ലാബിലും വാളിലും ഒക്കെ സർവീസ് പൈപ്പ്സും കോൺഡ്യൂട്ട്സും ഒക്കെ എങ്ങനെ ഇടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈവാൻ ഫോം വർക്ക് അല്ലെങ്കിൽ മൈവാൻ ഷട്ടറിംഗ് വർക്കിനെ പറ്റി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ധാരണയൊക്കെ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഓക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, ബൈ.